ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിനായുള്ള സംരക്ഷണം തുടർന്ന പാർട്ടി നേതൃത്വം. പത്മകുമാറിനെതിരെ തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. ഇതിനിടെ പാർട്ടി അംഗത്തിനെതിരെ പേരിനെങ്കിലും നടപടി സ്വീകരിക്കണം എന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യം. ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ ഒരു നിലപാട്. പത്മകുമാർ അത്തരത്തിൽ ആദ്യം മുതൽക്കേ തന്നെ പറയുന്നുണ്ട് താൻ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്നിലൂടെ പലരിലേക്കും എത്തുമെന്നൊക്കെയുള്ള ചില സൂചനകൾ ആദ്യം തന്നെ നൽകിയിരുന്നു. എന്തായാലും അത് കുറുക്കി തന്നെ കൊണ്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാർട്ടി നേതൃത്വം ഇതുവരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള പദവിയിൽ നിന്ന് പോലും മാറ്റാൻ തയ്യാറായിട്ടില്ല. യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും പാർട്ടി പത്മകുമാറിനെതിരെ പറയുന്നില്ല. അത്തരത്തിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിൽ തന്നെയാണ് CPM പാർട്ടി നേതൃത്വം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്, അല്ലേ? രോഹിണി, തീർച്ചയായും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ CPM നേതൃത്വം തുടർന്നു പോന്നിരിക്കുന്നത്. പിണറായിയുടെ വിശ്വസ്തൻ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം തുടർന്ന് ഈ നിലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ചു വരുമ്പോഴും പത്മകുമാറിനുള്ള സംരക്ഷണം അത് CPM നേതൃത്വം തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജയിലിൽ കഴിയുമ്പോഴും ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന സമയത്തുമെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ പോലും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പോലും പ്രധാനമായും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമോ സംസ്ഥാന നേതൃത്വമോ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഓരോ ദിവസവും അത് ആവർത്തിക്കുന്ന നിലപാട് തന്നെയാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ വാക്കുകൾ അത് ശരിവെക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ MP ഗോവിന്ദൻ ഈ പത്മകുമാറിനെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും പ്രധാനമായും അദ്ദേഹം ഇപ്പോൾ ജയിലിലല്ലേ, അന്വേഷണം നടക്കട്ടെ എന്നുള്ള വളരെ ഒരു സരസമായ ഒരു മറുപടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെയായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് ആ ചോദ്യത്തെ വകമാറ്റുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വർണ്ണ കവർച്ചാ കേസ് തുടക്കത്തിൽ പത്മകുമാർ ജയിലിലാകുകയും പിന്നീട് ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിലെല്ലാം തന്നെ CPM നേതൃത്വം കൈമലർത്തുന്ന കാര്യമായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക പത്തനംതിട്ട ജില്ലയിലായിരിക്കും പ്രധാനമായും വരിക. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിൽ CPM നേതൃത്വം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ പോലും അണികൾക്കിടയിൽ വലിയൊരു സംസാര വിഷയമായി മാറുന്നുണ്ട്. വോട്ടർമാർക്കിടയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. ജില്ലാ നേതൃത്വം ഇത് CPM സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നു. ഘടകകക്ഷികൾക്ക് പോലും ഇതിൽ ശക്തമായ എതിർപ്പുണ്ട്. NCP, RJDയും കേരള കോൺഗ്രസ് എമ്മും എല്ലാം തന്നെ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെല്ലാം തന്നെ ഇടതുമുന്നണിയുടെ യോഗത്തിലുമെല്ലാം തന്നെ ഈ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞിരുന്നു. അപ്പോഴും സംസ്ഥാന സെക്രട്ടറി അന്വേഷണം നടക്കട്ടെ, അതിനുശേഷമാകാമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഘടകകക്ഷികൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും പത്മകുമാറിനെതിരെ, അതായത് ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു പേരിനെങ്കിലും നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ ഘടകകക്ഷികളിൽ നിന്ന് വരുന്ന പൊതുവായ വികാരം. രോഹിണി, ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.